ചായയും കാപ്പിയൊക്കെ നമ്മുടെയൊക്കെ ഒരു വീക്ക്നെസ് ആണല്ലേ. ഒരു നേരമല്ല 2-3 നേരമൊക്കെ ചായ കുടിക്കുന്നവരുണ്ട്. എന്നാൽ രാവിലെ ഒന്നും ചായ കുടിക്കാഞ്ഞാൽ തലവേദന പോലും എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നല്ല കടുപ്പത്തിൽ നല്ലൊരു അടിപൊളി ചായ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ദിവസം തന്നെ നമുക്ക് നല്ലൊരു ഉന്മേഷം ഉണ്ടാവും അല്ലേ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു ടേസ്റ്റിൽ ഇങ്ങനെ ചായ ഉണ്ടാക്കി നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിലൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട് ചായക്ക് കൂടുതലൊരു രുചി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാലും ഞാൻ ഈ ചേർക്കുന്ന ചേരുവ ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ സാധാരണ രീതിയിൽ തന്നെ ചായ കുടിച്ചാൽ മതി. പക്ഷേ ഒരു എക്സ്ട്രാ ഒരു ഫ്ലേവറും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് ചേർക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ചായ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം നമ്മൾക്ക് നല്ല പോലെ ഒന്ന് തിളക്കാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ ഒരു ചെറിയൊരു തിള വരുന്ന ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചായപ്പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം ഇടുന്നതിന് പകരം ഒന്ന് ചെറുങ്ങനെ തിള വരുന്ന ആ ഒരു സമയത്ത് നമ്മളിതിൽ ചായപ്പൊടി ഇടുന്നത്. അപ്പോൾ നമ്മളിതിലിടുന്നത് ഒരു 2 ടീസ്പൂൺ ചായപ്പൊടിയാണ്. അപ്പോൾ ചായപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് ഇറങ്ങി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് അതിനാവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കും. ഞാനൊരു 2.5 ടീസ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ മധുരമൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. അതുപോലെ കടുപ്പവും നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചായ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കൊരു ലോ ഫ്ലെയിമിലേക്ക് തീ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് സമയം ഒരു 1-2 സെക്കൻഡ് നല്ല പോലെ ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ ആ ഒരു ചായൻ്റെ കളറൊക്കെ ഒന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. പാലെന്ന് പറഞ്ഞാൽ തണുത്ത പാലൊന്നും ഒഴിക്കരുത്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഡയറക്റ്റ് തണുത്ത പാലൊന്നും ഒരിക്കലും ഒഴിക്കരുത്. നല്ലോണം ചൂടാക്കിയ പാല് വേണം ഇതിലേക്ക് ചേർക്കാൻ. ചൂടോടെ വേണം ചേർക്കാൻ. അപ്പോൾ ഇനി നമുക്കൊരു സ്പൂൺ വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇടയ്ക്ക് പുറത്തേക്ക് മറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പുറത്ത് മറിഞ്ഞു കഴിഞ്ഞാൽ ചായൻ്റെ ആ ഒരു ടേസ്റ്റ് മൊത്തം പോകട്ടെ. അതുകൊണ്ട് പുറത്തേക്കൊന്നും മറിയാതെ വേണം ഇത് നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ ഒന്ന് അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എന്ത് ചായ നോക്കി നിന്നാലും ചായ ഇങ്ങനെ പതച്ച് മറിയാൻ പോകുന്ന വിധത്തിലുണ്ടാകും. പക്ഷേ നമ്മളത് കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അത് മറിയും ചെയ്യും. അപ്പോൾ അതോടെ അതിൻ്റെ ആ ഒരു ടേസ്റ്റും പോകും. അപ്പോൾ പാൽ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ആ ഒരു ചായൻ്റെ കളറ് വീണ്ടും ഒരു കളറ് ഒന്ന് മാറി വരുമല്ലോ, അതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതായത് നമ്മളിപ്പോൾ ഏകദേശം ഒരു 2.5 ഗ്ലാസ് ചായ എന്ന് വെക്കുന്നത്. അപ്പോൾ 2.5 ഗ്ലാസ് ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ഗ്ലാസ് വെള്ളവും 1 ഗ്ലാസ് പാലും അടക്കാം നമുക്ക് 2.5 കിട്ടിയത്. അപ്പോൾ അതിൽ നിന്നൊരു 1/2 ഗ്ലാസോളം തിളച്ചിട്ട് അതിൻ്റെ ഒരു സത്തൊക്കെ ഇറങ്ങി വരുന്നവരെ ഒന്ന് കുറുകി പോകും. അപ്പോൾ വീണ്ടും നമുക്കത് 2 ഗ്ലാസ്സായിട്ട് കിട്ടുന്നവരെ ഒന്ന് നല്ലോണം ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സത്തൊക്കെ നല്ലോണം ഇറങ്ങി വന്ന് ചായക്ക് അത്യാവശ്യം കടുപ്പും കളറും ഒക്കെ ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു കപ്പിലേക്ക് ഒഴിക്കാൻ വേണ്ടുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നമ്മൾ ഈ ഒരു സ്പൂണിൽ ബൂസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചായ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടമാവും. കുട്ടികൾക്ക് ചായ ഒന്നും നല്ലതൊന്നല്ല, എന്നാലും ഇപ്പോൾ ചായ ആർക്കായാലും നല്ലതൊന്നല്ല, എന്നാലും ഒരു ഗ്ലാസ്സൊന്നും കുടിക്കാതെ നമുക്കൊരു സമാധാനം കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ചായ കുടിക്കുന്നത് തന്നെ. അപ്പോൾ നമ്മളിതിലേക്ക് ആ ഒരു എക്സ്ട്രാ ഫ്ലേവർ എന്ന് പറയുന്ന ബൂസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചായ അരിച്ചിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ചായക്കടയിൽ നിന്നൊക്കെ കാണുന്ന പോലെ തന്നെ ചായ ഒരു കപ്പിലും ഗ്ലാസ്സിലും ഒക്കെ ആക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 3-4 പ്രാവശ്യം നീട്ടി ഇതുപോലൊന്ന് അടിച്ചു കൊടുക്കുക. അപ്പോഴാണ് ആ ചായൻ്റെ ടേസ്റ്റ് ആവുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മാത്രമേ ആ ഒരു നല്ലൊരു എന്താ പറയുക ടേസ്റ്റ് നമുക്ക് ആ ഒരു ചായക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൂസ്റ്റ് ചേർക്കണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ ചായ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരിക്കും. ഒരു നല്ലൊരു ടേസ്റ്റിന് വേണ്ടി മാത്രം ചേർത്തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ചായ കുടിക്കുമ്പോൾ ഒരു ബൂസ്റ്റിൻ്റെ ഫ്ലേവർ ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ്. അപ്പോൾ നമ്മളിതാ ഒരു 2 കപ്പിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കറക്റ്റ് അളവൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ കഴിഞ്ഞാൽ നമുക്ക് ആർക്കും, പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് പോലും ചെറിയ കുട്ടികൾക്ക് പോലും നല്ല അടിപൊളിയായിട്ട് തന്നെ ചായ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും എന്നും ഒരേപോലെ തന്നെ ആയിരിക്കും അല്ലേ ചായ ഉണ്ടാക്കി കുടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടി ഇഞ്ചിയോ അതുപോലെ തന്നെ ഏലക്കായോ ഒക്കെ ചേർക്കാം, മസാല ടീ ഉണ്ടാക്കാം, അങ്ങനെ പലതരത്തിൽ ചായ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഈ ഒരു ഫ്ലേവർ നിങ്ങളൊന്ന് അതായത് ബൂസ്റ്റ് ചേർത്തിട്ട് ഉണ്ടാക്കി നോക്ക്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്